പിന്നെ ഈ അവാർഡ് ജൂറി എന്ന് പറയുന്നത് ഒരു വിഭാഗം ഒരു കൂട്ടം ആളുകളായിരിക്കും. അത് ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ വർഷം വരുന്ന ജൂറിയുടെ അവരുടെ പേഴ്സണൽ ഇഷ്ടത്തിലായിരിക്കും പലപ്പോഴും അവാർഡ്സ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിൽ പല മാനദണ്ഡം കാണാം. പെർഫോമൻസ് വെച്ച് ചെയ്യുന്നത് കാണാം. മറ്റ് പല രീതിയിൽ കൊടുക്കുന്നത് കാണാം. അത് എല്ലാ അവാർഡ്സിലും ഉണ്ട്, ജൂറിയിലും ഉണ്ട്. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ മാളികപ്പുറത്തിന് നാഷണൽ അവാർഡ് കിട്ടിയതാണ്. മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് പയ്യന് കിട്ടിയതാണ്. ആ സിനിമ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത, ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ട കേരളത്തിൽ ഒരു അവാർഡ് പോലും കിട്ടാത്ത സിനിമയാണ്. ആ സമയത്ത് അതിന് എന്താണ് അതിൻ്റെ പൊളിറ്റിക്സ് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അത് തരാഞ്ഞെന്ന് നമുക്കറിയാം. ആ ജൂറിക്കുള്ളിലുള്ളവർ തന്നെ അത് ഞങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പം അന്ന് ഞാൻ എൻ്റെ ആ 2 കുട്ടികളെ അവർ 2 പേർക്ക് അവാർഡ് കിട്ടുമെന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അത് കിട്ടുമെന്ന് നമുക്കും അറിയാം, ജനങ്ങളും പറഞ്ഞിരുന്നു അവർക്ക് ഉറപ്പാണ് കിട്ടും. തലേന്ന് ഡിക്ലറേഷൻ്റെ തലേന്ന് രാത്രിയിൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചാനലുകാർ വിളിക്കുന്നു. നാളെ ദേവനന്ദയ്ക്ക് അവാർഡ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ കുട്ടി ഭയങ്കര എനിക്ക് അവാർഡ് കിട്ടിയതെന്ന് ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു. പിറ്റേ ദിവസം അവാർഡ് ഡിക്ലറേഷൻ നടക്കുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ അറിഞ്ഞു മാളികപ്പുറത്തിൻ്റെ ഒരു അവാർഡ്സും കൂടി ഇല്ല. അവാർഡ്സ് ഉണ്ടായിരുന്നു, മീൻസ് പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാ അവാർഡ്സും വേണ്ടാന്ന് വെച്ചു. അപ്പം എനിക്ക് കുട്ടിയുടെ പേരനെ വിളിച്ച് അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ അവാർഡില്ല. അപ്പം അപ്പം ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല കേട്ടോ, കാരണം കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ ചെന്നാലും അവളെ ആളുകൾ തിരിച്ചറിയുന്നു, അതിലും വലിയൊരു അവാർഡുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ കുറേ ദിവസം ആ കുട്ടികൾക്ക് വിഷമമായിരുന്നു. പിന്നീട് നാഷണൽ അവാർഡ് വന്നപ്പോൾ നമ്മുടെ പയ്യന് മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടി. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് രണ്ടും കണ്ടത് 2 ജൂറിയല്ലേ, അപ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം? അങ്ങനെ ഇപ്പോൾ ഒരു സ്ഥലത്ത് അവാർഡ് കൊടുക്കാതെ മറ്റ് സ്ഥലത്ത് കിട്ടുന്നു. അപ്പോൾ ഇതിലെന്താണ് ഇതിൻ്റെ വ്യത്യാസം?